ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലധികം കാണുന്നില്ലെങ്കിലും നോർത്തിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പൊറോട്ടയാണ് കേട്ടോ. ഇത് നമുക്ക് ചിക്കൻ കറി, നോൺ വെജ് കറീസ്, അതുപോലെ തന്നെ കറി ഇല്ലാതെ ചുമ്മാ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ബൗളിൽ 3 കപ്പ് മൈദ എടുക്കാം. ഇത് സാധാരണ മൈദ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ മൈദ കഴിക്കാത്തവർ ഗോതമ്പ് പൊടി വെച്ച് ചെയ്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മൈദ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്ന ഈസ്റ്റാണ്. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലെങ്കിൽ ആദ്യം ചൂടുവെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് പൊങ്ങിയതിന് ശേഷം വേണം ചേർക്കാൻ. പിന്നെ ഇതിലേക്ക് ഞാനൊരു മുട്ട ചേർത്തിട്ടുണ്ട്. അതോടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരുടെയും മുട്ടയും അതുപോലെ തന്നെ ഈസ്റ്റും ആവുന്ന പരുവത്തിൽ വേണം നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. മൈദ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യുക. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുബൂസ് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഓൾമോസ്റ്റ് ഇത് ചെയ്യുന്നത്. പക്ഷേ ബാക്കി പരിപാടിയൊക്കെ വേറെയാണ് കേട്ടോ. അപ്പോൾ കുബൂസിൻ്റെ ചേട്ടനും അനിയനൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് നല്ലപോലെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായി വരുന്ന സമയത്താണ് നമുക്കിത് ചെയ്ത് വരുമ്പോഴും നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നല്ലപോലെ കൈ വെച്ചിട്ട് ഇതുപോലെ വലിച്ചെടുത്തിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്കിത് അതേ ബൗളിൽ തന്നെ കുറച്ച് ഓയിലാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് ഓയിലാക്കി കൊടുക്കുക. എല്ലാവരുടെയും ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഇത് നന്നായിട്ട് പൊങ്ങുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കിവിടെ മഴയും കറണ്ട് പോക്കൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരമണിക്കൂറേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1-1.5 മണിക്കൂർ വെക്കുമ്പോഴത്തേനും ഇപ്പോൾ മഴയും കൂടിയല്ലേ, വെക്കുമ്പോഴത്തേനും നല്ലോണം പൊങ്ങി വരും. അപ്പോൾ അത്ര നേരം നിങ്ങൾ വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിതെന്തായാലും കുറച്ച് ഓയിലാക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 1.5 മണിക്കൂറൊക്കെ വെക്കുമ്പോൾ നല്ലപോലെ ഡബിൾ സൈസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. കാരണം നമ്മൾ ഈസ്റ്റ് ചേർത്തതാണ്. അപ്പോൾ ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു 3 കപ്പ് മൈദയൊക്കെ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 പീസായിട്ട് കട്ട് ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ 8 പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു പൂരിയുടെ വലുപ്പത്തിനുള്ള ചെറിയതായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് വലുത് ചെയ്യുന്നതിനേക്കാളും നല്ലത് അങ്ങനെ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. സാധാരണ നമ്മൾ മൈദ ഇട്ടിട്ട് പരത്തണ പോലെ തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി. പിന്നെ ഇത് നമ്മൾ പൂരിയുടെ വട്ടത്തിലാണ് ചെയ്യുന്നതെങ്കിലും അതുപോലെ തിന്നായിട്ട് നേർമയായിട്ട് പരത്തരുത്. കുറച്ച് നന്നായിട്ട് കട്ടിയിൽ വേണം ഇത് പരത്താൻ. അപ്പോഴാണ് ഉള്ളിൽ നല്ല ബണ്ണ് മാതിരി നമുക്ക് കിട്ടുക. അപ്പോൾ അതേ ഈ ഒരു തിക്നെസ് വേണം, നല്ല കട്ടി ഉണ്ടാവണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കുഞ്ഞു ബോൾസ് പോലെ ആക്കിയിട്ട് ചെറിയ കുട്ടി പൂരിയാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇത്ര എണ്ണ വേണ്ടി വരില്ല, ചെറിയ പാനിലിട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് എണ്ണയാക്കി കൊടുക്കുക. എന്നാലേ മേൽഭാഗം നന്നായിട്ട് ഇതുമാതിരി അങ്ങ് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഈ സൈഡ് പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഫ്ലെയിം എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എടുക്കാൻ നേരത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എടുത്താൽ മതി. അപ്പോൾ 2 സൈഡ് നല്ലൊരു കളർ ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഈ സൈഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ അതേ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വേണം കഴിക്കാൻ. നല്ല ചൂടുള്ളപ്പോൾ നല്ല പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക. കുറച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് മാറും. അപ്പോൾ എന്തെങ്കിലും നല്ല സ്പൈസി ആയിട്ടുള്ള കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ കറി, ബീഫ് കറി, അതുപോലെ തന്നെ ചുമ്മാ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഉള്ളിൽ നല്ല പൊള്ളയായിട്ട് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുക. എന്നാലേ നല്ല വീഡിയോസ് ഞാൻ ഇടുമ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.